ഹായ് എവരിവൺ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ ബയോമോളിക്യൂൾസ് ചാപ്റ്ററിൽ പ്രീവിയസ് ഇയർ ബോർഡ് എക്സാമിന് ചോദിച്ചിരിക്കുന്ന ഒരു ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ ആയിട്ടാണ്. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് കേട്ടോ. വേർ ഡസ് ദ വാട്ടർ പ്രസൻറ്റ് ഇൻ ദ എഗ് ഗോ ആഫ്റ്റർ ബോയിലിംഗ് ദ എഗ്? അതായത് നമ്മൾ മുട്ട പുഴുങ്ങി കഴിയുമ്പോൾ ആ മുട്ടയുടെ ഉള്ളിലെ വെള്ളമൊക്കെ ഇങ്ങോട്ടാണ് പോകുന്നത്. ശരിക്കും മുട്ട പുഴുങ്ങുമ്പോൾ അവിടെ സംഭവിക്കുന്നത് ഡീനേച്ചറേഷൻ ഓഫ് പ്രോട്ടീനാണ്. അതായത് ഒരു പ്രോട്ടീനിന് ഡിഫറെൻറ്റ് സ്ട്രക്ചേഴ്സ് ഉണ്ട്. പ്രൈമറി, സെക്കൻഡറി, ടേഴ്സറി, ക്വാട്ടർണറി, അങ്ങനെ ഡിഫറെൻറ്റ് സ്ട്രക്ചേഴ്സ് ഉണ്ട്. അതിൽ സെക്കൻഡറി സ്ട്രക്ചറിന് ഡിസ്ട്രക്ഷൻ സംഭവിച്ച് ആ പ്രോട്ടീൻ്റെ ബയോളജിക്കൽ ആൻഡ് ഫിസിക്കൽ ആക്ടിവിറ്റി മാറിപ്പോകുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഡീനേച്ചറേഷൻ ഓഫ് പ്രോട്ടീൻ. ഇപ്പോൾ ഹെയർ സ്ട്രെയിറ്റൻ ചെയ്യുന്നതെല്ലാം ഒരു ഡീനേച്ചറേഷൻ ഓഫ് പ്രോട്ടീനാണ്. അതുപോലെ എഗ്ഗ് ബോയിൽ ചെയ്യുന്നതും ഡീനേച്ചറേഷൻ ഓഫ് പ്രോട്ടീൻ എക്സാമ്പിളാണ്. അപ്പോൾ അവിടെ സംഭവിക്കുന്നത് എഗ്ഗ് വൈറ്റ്, അത് ആൽബുമിനാണ്. ആ ആൽബുമിന് കൊയാഗുലേഷൻ സംഭവിക്കുകയാണ് അവിടെ ഡീനേച്ചറേഷൻ സംഭവിക്കുമ്പോൾ നടക്കുന്നത്. അപ്പോൾ ആൽബുമിൻ കൊയാഗുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഈ എഗ്ഗിൻ്റെ ഉള്ളിലുള്ള വാട്ടർ അബ്സോർബ് ചെയ്തിട്ടാണ്. അപ്പോൾ ആ എഗ്ഗിൻ്റെ ഉള്ളിലുള്ള വാട്ടർ അബ്സോർബ് ചെയ്ത് ആൽബുമിൻ കൊയാഗുലേറ്റ് ചെയ്ത് ഒരു റബ്ബർ ലൈക്ക് സ്ട്രക്ചർ നമുക്ക് കിട്ടും. അതാണ് നമുക്ക് മുട്ട പുഴുങ്ങി കഴിയുമ്പോൾ അവിടെ സംഭവിക്കുന്നത്. സോ ഒറ്റ വേർഡിൽ ചോദിച്ചാൽ ഡീനേച്ചറേഷൻ ഓഫ് പ്രോട്ടീൻ ആണ് അതിൻ്റെ ആൻസർ. ഓക്കെ, അപ്പോൾ ഇതുപോലെ നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യനുമായിട്ട് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.